തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ. ശ്രീ എ സജീവൻ, ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ ഇനിയും ഒരുപാടുണ്ടാകും. ഒരുപക്ഷെ ഇനി കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള പ്രഖ്യാപനങ്ങളിൽ പലതും നടപ്പിലായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പ്രകടന പത്രിക ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള മറുപടികളാണ് ലഭ്യമാകുന്നത്. 5 വർഷത്തിനുള്ളിൽ എന്തായാലും നടപ്പിലാക്കും എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്ന സർക്കാർ, ആ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വിധം വിമർശിക്കാൻ കഴിയുക? അല്ല, വിമർശിക്കുന്നത് നമ്മൾ അനുഭവം വെച്ചുകൊണ്ടാണല്ലോ. സ്വാഭാവികമായിട്ടും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രഖ്യാപനം നടപ്പാക്കാൻ കഴിയുന്നതാണെങ്കിൽ മാത്രമേ അത് പ്രഖ്യാപനമായിട്ട് ബജറ്റിൽ വരാൻ പാടുള്ളൂ. സർക്കാരിന് പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടാകാം. അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും NDA ആണെങ്കിലും ആരാണെങ്കിലും, സംസ്ഥാനത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും സർക്കാരിന് കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ടാകും. പക്ഷേ അത് നടപ്പാക്കാൻ കഴിയുമെങ്കിൽ മാത്രമാണ് ബജറ്റിൽ പ്രഖ്യാപിക്കാൻ പാടുള്ളത്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. മാധ്യമപ്രവർത്തകർ, ഇപ്പോൾ ഞാൻ മാധ്യമപ്രവർത്തകൻ കൂടി ആയതുകൊണ്ടാണല്ലോ ഇവിടെ സംസാരിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ പെൻഷൻ 10,000 രൂപയിൽ നിന്നും 11,000 രൂപയായിട്ട് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ബജറ്റിലല്ല, അതിന് മുമ്പൊക്കെയാണ്. പക്ഷേ 11,000 രൂപയായിട്ട് പ്രഖ്യാപിച്ചല്ലാതെ അത് നടപ്പിലാക്കിയില്ല. അത് പിന്നീട് ബജറ്റിൽ നടത്തിയുള്ള പ്രഖ്യാപനം വെട്ടിക്കുറച്ചിട്ട് 10,500 രൂപയായിട്ട് മാത്രമാണ് നടപ്പാക്കിയത്. അതും കുറേ കഴിഞ്ഞതിന് ശേഷം. അത് കഴിഞ്ഞെന്താണ് ഉണ്ടായിട്ടുള്ളത്? ഇപ്പോഴും കഴിഞ്ഞ ജനുവരിയിലെ പെൻഷൻ ഇപ്പോഴും മാധ്യമപ്രവർത്തകർക്ക്, വിരമിച്ച മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കൂട്ടണമെന്ന് പലപ്പോഴും സ്വാഭാവികമാണ് മാധ്യമപ്രവർത്തകരാണെങ്കിലും മറ്റേത് ആളുകളാണെങ്കിലും ഒക്കെ ആവശ്യപ്പെടും. അത് കഴിയില്ലെങ്കിൽ നടപ്പാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ ക്ഷേമ പെൻഷൻ പോലെയല്ല മാധ്യമപ്രവർത്തകരുടെ പെൻഷൻ. അത് അവർ ജോലി ചെയ്യുന്ന സമയത്ത് PF-ൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന പോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ സർക്കാർ തീരുമാനിക്കുകയാണ് ഈ വർഷം മുതൽ ഇത്രയാണ് മാസം തോറും കൊടുക്കേണ്ടത്. അത് കൊടുക്കുകയാണ്. അതിൽ കൊടുക്കാൻ പറ്റില്ല, നെഗോഷിയേറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാരിൻ്റെ പ്രഖ്യാപനം എത്രയാണ് അത് കൊടുത്തുകൊണ്ടാണല്ലോ എല്ലാവരും വരുന്നത്. അപ്പോൾ അത് അങ്ങനെ കൊടുത്തിട്ടുള്ള ആളുകൾക്ക് അത് അവരുടെ പെൻഷൻ കാലത്തിന് ശേഷം, അവർ ഉദ്യോഗത്തിൽ വിരമിച്ചതിന് ശേഷം പെൻഷൻ കൊടുക്കാനുള്ള ബാധ്യത സർക്കാരിൻ്റെ, കാരണം കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളതാണ്. പക്ഷേ അത് കൊടുക്കുന്നിടത്ത് പോലും ഇപ്പോൾ വീഴ്ച ഉണ്ടാകുമെന്ന് മാത്രമല്ല, നേരത്തെ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചത് ഇപ്പോൾ കൊടുത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിനു മുമ്പേ പ്രഖ്യാപിച്ച തുക അത് വെട്ടിക്കുറച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പാടില്ല. അതേപോലെ ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യം ശരിയായിരിക്കാം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വളരെ കുറഞ്ഞ തുകയായിരിക്കാം ക്ഷേമ പെൻഷനായിട്ട് ഉണ്ടായിരുന്നത്. അവിടെ കുറേ കുടിശ്ശികയുണ്ടായിരിക്കാം. അത് മാറ്റിയിട്ട് കൂടുതൽ കൊടുക്കണം തീരുമാനിക്കുമ്പോൾ അതിനുള്ള സോഴ്സ് എന്താണെന്നുള്ള കാര്യം സർക്കാർ തീരുമാനിക്കണം. ഇപ്പോൾ ധനമന്ത്രി ബാലഗോപാൽ ചിന്തിക്കേണ്ടത്, ബജറ്റിലൊരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ അത് കൊടുക്കാനുള്ള സോഴ്സ് ഉണ്ടോ ഇല്ലയോ. ആ സോഴ്സ് കേന്ദ്രം തരുമെന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷനിൽ വെച്ച് അത് തരുമെന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ട് മാത്രം പ്രഖ്യാപനം നടത്തിയതുകൊണ്ട് കാര്യമില്ല. കൊടുക്കാൻ പറ്റുന്ന രീതിയിലെ കാര്യങ്ങളായിരിക്കണം. ഇവിടെ ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ മറിയക്കുട്ടി കേസിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ അടുത്ത് ചോദിച്ച ചോദ്യമുണ്ട്, ഡയറക്റ്റായിട്ട് ചോദിച്ച ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല? അപ്പോൾ ചീഫ് സെക്രട്ടറി പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കാത്തതിന് പ്രത്യേകമായിട്ട് കാരണം പറയൂ. നിങ്ങൾക്ക് പണമില്ലാത്തതാണോ കാരണം? ഇങ്ങനെ ഓരോ കാര്യം ചോദിച്ചപ്പോൾ അവസാനം ചീഫ് സെക്രട്ടറി പറയുന്നു കൊടുക്കാനുള്ള ഫണ്ടില്ല. അപ്പോൾ അത് കോടതിക്ക് ഫണ്ടില്ലാതെ കൊടുക്കാൻ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ തരത്തിൽ ഫണ്ടില്ലായ്മയുടെ പ്രശ്നമുണ്ട് എങ്കിൽ അത് പ്രഖ്യാപിക്കണം. അത് ഫണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം പലപ്പോഴും പ്രതിപക്ഷം ആരോപിക്കുന്നത് ശരിയാണോ, ഇത്രയധികം പിന്നെ നികുതി കുടിശ്ശികയും മറ്റു കാര്യങ്ങളൊക്കെ പിരിഞ്ഞു കിട്ടാനുണ്ടെങ്കിൽ അത് പിരിച്ചെടുക്കാനുള്ള സാധ്യതകൾ നോക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ അതൊക്കെ പറയുമ്പോൾ സർക്കാരിനെതിരായിട്ട് പറയുന്ന കാര്യമല്ല ഇത്. കാരണം ഇത് ഇത്രയും കാലത്തിന് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ ആ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള നടപടികളെക്കുറിച്ച്, അപ്പോൾ ഉണ്ടായിട്ടുള്ള സാമൂഹ്യാവസ്ഥയെക്കുറിച്ച്, ജനങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അടുത്ത ബജറ്റിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ധനമന്ത്രിയുടെ ഭാഗത്തുണ്ടാവണം എന്നാണ് പറയുന്നത്. അങ്ങനെ ശ്രീ എജി ജോർജ്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ